ഇനി നമ്മൾ സ്ലീവ്സ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. സാരി ബ്ലൗസിൻ്റെ സ്ലീവ്സ് കട്ടിങ് ഓൾറെഡി നമ്മൾ കട്ടിംഗ് പാർട്ട് മെഷർമെൻറ്റ് പാർട്ടൊക്കെ 3 വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ബിഗിനേഴ്സിന് മനസ്സിലാകുന്ന രീതിയിലുള്ള വീഡിയോസാണിത്. അപ്പോൾ അത് കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാനിവിടെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്ത് എടുക്കാം. ബോർഡർ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ ലെങ്ത് എടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത് 6 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാം, സ്ലീവ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടു കൊടുക്കണം. ഹെമ്മിങ് ചെയ്തെടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 1.25 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം 6 1 7 7.25 ആയിരിക്കും നമുക്ക് ലെങ്ത് എടുക്കേണ്ടത്. 7.25 ലെങ്ത് എടുത്തു കൊടുത്തു. ഇവിടെയും അതുപോലെ തന്നെ ഒരു 7.25 എടുത്തു കൊടുത്തു. നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മുടെ ആം റൗണ്ട് 9 ഇഞ്ചാണ്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. 9 ഇഞ്ച്. എങ്ങനെയാണ് സ്ലീവ്സ് കറക്റ്റായി കട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ താഴേക്ക് ക്യാപ് ഹൈറ്റ് നമുക്കൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെയും 3.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ ലൂസ് 7.5 ഇഞ്ചാണ്. അതിങ്ങനെ ഇച്ചിരി മുകളിലായിട്ടൊരു 7.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കൈക്കുഴി വരച്ചു കൊടുത്തു. നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടണം. നമ്മുടെ ആം റൗണ്ട് 9 ഇഞ്ച് ആയതുകൊണ്ട് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്ലീവ് എൻഡ് 6 ഇഞ്ചാണ്. 6 ഇഞ്ചിന്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൊടുക്കാം. സ്ലീവ്സിന് 1 ഇഞ്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും 1 ഇഞ്ച് കൊടുക്കാം. ഇങ്ങനെ അങ്ങ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചെടുക്കണം. അതിനിതാ ഇവിടെയാണ് നമുക്ക് ആ കുഴിവ് വരേണ്ടത്. അവിടെ ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചാണ് കുഴിക്കേണ്ടത്. അര ഇഞ്ച് നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ട് ആം ഹോള് കുഴിച്ചെടുക്കണം. നമ്മുടെ സ്ലീവ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 1.5 ഇഞ്ച് വീതിയും നമ്മുടെ വേസ്റ്റ് ലെങ്ത്തിന്റെ അനുസരിച്ച്, അതായത് താഴത്തെ ലെങ്ത്തിനനുസരിച്ച്, ബാക്ക് സൈഡിലെ താഴത്തെ ലെങ്ത്തിനനുസരിച്ച് ഒരു പീസ് നമുക്ക് അവിടെ മറിച്ചടിക്കാൻ വേണ്ടി വേണം. ഞാൻ ഇവിടെ ഒരു 19 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടുതലായിരിക്കും, കുഴപ്പമില്ല, കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന് വീഡിയോ കട്ടായി പോയതാണ്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 2.5 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ളൊരു പീസ്, പിന്നെ 2 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ളൊരു പീസ്. അത് നമുക്ക് ഹുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ നമ്മൾ ബാൻഡിന് ഓൾറെഡി 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ടിംഗ് പാർട്ട് കണ്ടാൽ മനസ്സിലാവും. ആ ബാൻഡിൻ്റെ അതേ നീളത്തിലും വീതിയിലൊക്കെയുള്ള ഒരു 4 പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ തുണി വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കളറുള്ള തുണി വേണമെങ്കിലും എടുക്കാം. അപ്പം നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടുമായിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ വന്നേക്കാം.